ബഹ്റൈനിലേക്കാണ് പോകുന്നത്. ബഹ്റൈനിൽ നടുക്കുന്ന സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ ആക്രമണമാണ് ബഹ്റൈനിൽ നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും സൂരജ് നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, നേരത്തെ ദുബൈയിൽ വലിയ സ്ഫോടന ശബ്ദം, ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്നെ സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഷിൻസർ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ദുബായ് ഭരണകൂടം അങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്നതിന്റെ സ്ഥിരീകരണം നൽകുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഒരു ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹ്റൈനിൽ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്? ഒരു 10 മിനിറ്റ് മുമ്പാണ് ബഹ്റൈനിൽ ഈ ഒരു സ്ഫോടനം കേട്ടതായിട്ട് ആളുകൾ പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും ബഹ്റൈന്റെ പല ഭാഗത്തു നിന്നും ഇത്തരം ശബ്ദങ്ങൾ കേട്ടതായിട്ട് പല ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില റിപ്പോർട്ടുകൾ വരുന്നത് ബഹ്റൈനിലെ ബ്രിട്ടീഷ് ക്ലബിന് സമീപമായിട്ട് ഇറാനിയൻ മിസൈലുകൾ, ഡ്രോണുകൾ പതിച്ചിട്ടുണ്ട് എന്നാണ്. യാതൊരു വിധത്തിലുള്ള പരിക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ ഉള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. ഓക്കെ സൂരജ്, ബഹ്റൈനിലും ഇപ്പോൾ സ്ഫോടന ശബ്ദം ഉണ്ടായിരിക്കുന്നു. ദുബൈയിലും സമാനമായ രീതിയിൽ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടിരുന്നതായി ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സൂരജ് ബഹ്റൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് ബഹ്റൈനിലും സമാനമായ രീതിയിലുള്ള സ്ഫോടന ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെയും സാഹചര്യം ഇതുതന്നെയായിരുന്നു. അതായത് ഒരുപക്ഷെ ഇറാന്റെ മിസൈലുകൾ ഈ UAE-യുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. UAE-യിലുള്ള US-ന്റെ സൈനിക താവളങ്ങൾ തങ്ങൾ തകർക്കും എന്ന ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ US-ലെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മിസൈലുകൾ എത്തുന്നത്. അത് US തന്നെ നൽകിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈലുകളിൽ ബഹുഭൂരിപക്ഷത്തെയും ആകാശമാർഗം തകർക്കുകയാണ്. ഒരുപക്ഷെ ഈ മിസൈലുകൾ തമ്മിലുള്ള ഒരസലുകൾ, അതിന്റെ ശബ്ദമാകാം ഈ ഉഗ്രസ്ഫോടനം എന്ന നിലയിൽ ജനങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. അത്തരം മിസൈലുകൾ ഈ UAE-യിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ വലിയ ആൾനാശം ഉണ്ടാകും. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഇറാൻ നടത്തിയ ഇത്തരം ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുവാൻ US-ന്റെ റഡാർ സിസ്റ്റത്തിനും അതോടൊപ്പം തന്നെ US വിവിധ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ട് തന്നെ തകർക്കുവാൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഘടകം. കാരണം ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെല്ലാം വളരെ വിസ്തൃതിയുള്ള വിശാലമായ രാജ്യമല്ല, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. എല്ലാം നഗര കേന്ദ്രീകൃത പട്ടണങ്ങളാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതിനാൽ ഇത്തരം മിസൈലുകൾ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആൾനാശം വളരെ രൂക്ഷമാകും. പക്ഷേ ആകാശമാർഗം തന്നെ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങൾക്കും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയുന്നു എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം.